സ്വാഗതം. ഞാൻ മാളു, ഇത് റോബി, ഇത് രഹന, ഇത് പിങ്കി. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ എല്ലാരും കാത്തിരുന്ന നമ്മുടെ വിജയ് സാറിന്റെ തലപതിയുടെ ഗോഡ് എന്ന മൂവിയിലെ ഗോട്ട് എന്ന മൂവിയിലെ വിസിൽ പോഡ് എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ വിജയ് സാർ തന്നെ പാടിയ പാട്ടാണ്. അപ്പൊ എല്ലാവർക്കും നല്ല വെങ്കട് പ്രഭു ആണ് ഇതിന്റെ ഡയറക്ഷൻ. നമ്മുടെ കേരളത്തിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയ പടത്തിലെ വീഡിയോ സോങ് ആണ്. വീഡിയോ സോങ് അല്ല, ലിറിക്കൽ വീഡിയോ ആണ്. നമുക്ക് കണ്ടു നോക്കിയാലോ. യുവൻ ശങ്കർ രാജ நான் சொன்னேன் ஷாம்பெயின் தான் திறக்கட்டுமான்னு சொன்னேன். ஷாம்பெயின் என் காதுல கேம்பெயின் கேட்டது. மாப்பிள்ள அப்படிதான்டா கேட்கும். கரெக்டா கேட்கும். ஸ்டார்ட் மியூசிக். தளபதி God. பார்ட்டி ஒண்ணு தொடங்கட்டுமா அதிரடி கலப்பட்டுமா ஷாம்பெயின் தான் திறக்கட்டுமா மைக்க கையில் எடுக்கட்டுமா கிடி கிடிச்சா என் வாய்ஸ் தான் கெடி வெடிச்சா என் வாய்ஸ் தான் குட்டி மக்கதா അജ്മല് പ്രഭുദേവ തലപതി കുട്ടിയാന്ന് തോന്നുന്നു. ഗോപി എന്ന് പറഞ്ഞ വിജയുടെ പേര് വിസിപ്പോട്. ഇത് പ്രഭുയുടെ സ്റ്റെപ്പാന്ന് തോന്നുന്നു. ഇത് ഡബിൾ റോൾ ആയിരുന്നു. ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ?
അല്ലല്ല പ്രഭുദേവയുടെ പേരുണ്ടാവും എന്റെ പേരെന്താ എന്റെ അതില്ല കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നേ നമ്മുടെ അജ്മല്. ഗോഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദി ടൈം. നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു പാട്ട്. ഞാൻ തലപതി ഒരു പാട്ട് പാടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഈ നമ്മുടെ തലപതിയിലെ ഒരു പടം കൂടെ വരാവുള്ളൂ. എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു പടം കൂടെ വരാവുള്ളൂ. അതാണ് ലാസ്റ്റ് മൂവി. അപ്പം അതിനകത്ത് നമുക്കൊരു പാട്ട് പ്രതീക്ഷിക്കാം അല്ലേ? ഇതിന്റെ വീഡിയോ സോങ് എനിക്ക് തോന്നുന്നു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും കാണാൻ അല്ലേ? പ്രഭുദേവ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് കുറെ നാൾക്ക് മുമ്പാണ് വിജയ് സാറോട്ട് ഒരു ഡാൻസ് ചെയ്ത് വില്ലാന്ന് തോന്നുന്നു. വില്ലിന് ശേഷം ഒരു പാട്ട് ഡാൻസ് കളിച്ച് ഞാൻ എനിക്ക് തോന്നുന്നില്ല. കുറെ നാളായി ഒരു പാട്ട് വന്നിട്ട്. പിന്നെ എന്താ പറയാ, ഇത് എനിക്ക് ഒരു നമ്മുടെ ലിയോയുടെ അകത്ത് ആ ഒരു ബാഡാസിമയല്ല, അവര് മറ്റേ ഗോഡൌണിൽ ഒരു ഡാൻസ് കളിക്കൂലേ ഫുൾ തണ്ണിയൊക്കെ അടിച്ചിട്ട്, നമ്മുടെ വിജയ് സാറിന്റെ പാടിയ പാട്ട്. ആ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ പാട്ട് അല്ലേ? അതൊന്നും അല്ല, അതല്ല മറ്റേ പാട്ട് ആ പാട്ട്. നീ പറഞ്ഞത് പഴയ പാട്ടാ. ഇതിനകത്ത് വിസിൽ പോട് അതാണ് ഇതിന്റെ അകത്ത്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ കണ്ടത് ദി ഗോട്ട് എന്ന മൂവിയിലെ ഒരു പാട്ടായിരുന്നു. ലിറിക്ക സോങ് ആണ്. ഇതിന്റെ വീഡിയോ സോങ്സ് വരുമ്പോൾ ഞങ്ങൾ അതിന്റെ റിയാക്ഷൻ ആയിട്ട് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു അല്ല, ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞല്ലോ ടൈം ട്രാവൽ സെറ്റപ്പ് ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. വിജയ് സാറ് 2 വേഷത്തിലുണ്ട്. ആ പോസ്റ്ററിലൊക്കെ 2 ഗെറ്റപ്പിലാണ് കാണിച്ചേക്കുന്നത്. ഈ വെങ്കട് പ്രഭുവിന്റെ പടമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെങ്കട് പ്രഭുവിന്റെ ലാസ്റ്റ് പടമായിരുന്നു നമ്മുടെ സിംബുവിനെ വെച്ച് ചെയ്ത പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, നമ്മുടെ എസ് ജെ സൂര്യയൊക്കെ ഉള്ള പടം, ലാസ്റ്റ് ചെയ്ത പടം. അത് തന്നെ. ആ പടത്തിന്റെ പേരെന്തായിരുന്നു? അപ്പം അതൊക്കെ ശരിക്കും ടൈം ട്രാവൽ അങ്ങനത്തെ ഒരു ബേസ്. എനിക്ക് തോന്നുന്നു ഇതും ഗോട്ടം എന്നുള്ള മൂവിയും അങ്ങനത്തെ ഒരു ബേസ് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു ഇതിനകത്ത് VFX നമ്മുടെ വിജയ് സാറിന്റെ പഴയ കാലം കാണിക്കും എന്നൊക്കെ നമ്മളൊരു ന്യൂസ് കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു പടമാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു പടമാണെങ്കിൽ ഇത് വെടിക്കെട്ടായിരിക്കും, നമ്മൾ ഇതുവരെ കാണാത്തൊരു. അതിൽ ഈ ഒരു പടവും ഇനിയും വരുന്നൊരു പടം, അത് ആരെന്ന് കൺഫേം ആയിട്ടില്ല. പല പേരുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് അത് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ സംഭവം നടക്കുന്നുണ്ട്. അതാണ് ഇനി ബാറി വെച്ച് ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലേക്ക് പോവാണോ അറിയില്ല. പക്ഷെ ബാറിൽ എന്തോ സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് അതോ ടൈം ട്രാവൽ ചെയ്ത് മുമ്പോട്ട് വരുവാണോ അത് നമുക്ക് അറിയില്ല. അറിയാം. അപ്പൊ എന്തായാലും ഈ വർഷം ഈ പടത്തിന് റിലീസ് ഉണ്ട്, നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ വീഡിയോ സോങ് വരും, ഇതിന്റെ ടീസർ വരും, ഇതിന്റെ ട്രെയിലർ വരും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? ഞങ്ങൾ എല്ലാ അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലിലെ ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നത്. പിങ്കിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബൈ.